യുദ്ധ സാഹചര്യങ്ങളിൽ ഗൾഫ് മേഖലകൾ കേൾക്കുന്ന അലർട്ട് അലാം കേരളത്തിലും ചിലരുടെ ഫോണിലേക്ക് എത്തി. വ്യോമാക്രമണത്തിന് മുന്നറിയിപ്പല്ല, കനത്ത മഴയുടെ മുന്നറിയിപ്പായാണ് ഫോണുകളിലേക്ക് അലർട്ട് എത്തിയത്. കേരളം വീണ്ടും പ്രളയ സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഫോണിലേക്ക് വന്ന അലർട്ട് കേട്ടാണ് പലരും ഞെട്ടി ഉണർന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഫോൺ നോക്കുമ്പോഴാണ് പെരുമഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് മനസ്സിലാകുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ മുഴുവൻ മൊബൈൽ ഫോണുകളിലേക്കും മുന്നറിയിപ്പ് എത്തി. എവിടെ നിന്നാണ് മുന്നറിയിപ്പ് സന്ദേശം എത്തിയതെന്ന് സംശയിക്കുന്നുണ്ടോ നിങ്ങൾ? പെരുമഴക്കാലത്ത് ഇത്തരം സന്ദേശങ്ങൾ എത്തുമ്പോൾ അവഗണിക്കാതെ ജാഗ്രതയോടെ തന്നെ ഇരിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. നിങ്ങൾ ദുരന്ത സാധ്യതയുള്ള പ്രദേശത്താണ് ഇപ്പോഴുള്ളത് എന്ന് അറിയിക്കാനാണ് ഏത് പാതിരാത്രിയിലും ഈ സന്ദേശം എത്തുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ മേയിൽ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി പരീക്ഷിച്ച മൊബൈൽ ബ്രോഡ്കാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ് സന്ദേശം എത്തിയത്. മൊബൈലുകളിലേക്ക് അസാധാരണ ശബ്ദത്തോടെ ഒരേ സമയം അലർട്ടുകൾ നൽകാൻ കഴിയുന്നതാണ് നാഷണൽ ഡിസാസ്റ്റർ അലർട്ട് പോർട്ടലായ സചേത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും നടപ്പാക്കുന്ന സംവിധാനമാണിത്. പ്രകൃതി ദുരന്തങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ അതിവേഗം മുന്നറിയിപ്പ് നൽകാൻ ഈ സംവിധാനത്തിന് സാധിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, ചുഴലിക്കാറ്റ് തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ തത്സമയം വിവരം നൽകും. ഫോൺ സൈലന്റ് മോഡിലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ ആണെങ്കിൽ പോലും മുന്നറിയിപ്പ് എത്തുമ്പോൾ ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കുകയും സ്ക്രീനിൽ സന്ദേശം തെളിയുകയും ചെയ്യും. ജിയോ ടാർഗറ്റിംഗ് വഴിയാണ് ബാധിത പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് എത്തിക്കുന്നത്. പ്രാദേശിക ഭാഷകളിലും സന്ദേശം അയക്കാനുള്ള സംവിധാനമുണ്ട്. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് കീഴിലുള്ള ഗവേഷണ സ്ഥാപനമായ സി.ഡോട്ട് വികസിപ്പിച്ചെടുത്തതാണ് സചേത്. രാജ്യത്ത് എല്ലായിടത്തും സംവിധാനം ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ്. എല്ലാ പുതിയ ഫോണുകളിലും മുന്നറിയിപ്പുകൾ സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ട്. മുന്നറിയിപ്പ് തയ്യാറാക്കേണ്ട ഏജൻസി മുന്നറിയിപ്പ് തയ്യാറാക്കി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറണം. തുടർന്ന് അതോറിറ്റി ഫീൽഡിലെ സ്ഥിതിഗതികൾ കൂടി പരിശോധിച്ച ശേഷം സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കും. സി.ഡോട്ടിന്റെ ഹബിലേക്കും സർവീസ് പ്രൊവൈഡർമാരുടെ ഡെസ്പാച്ച് സെന്ററുകളിലേക്കും മുന്നറിയിപ്പ് എത്തും. പിന്നീട് ഇവരാണ് ഫോണുകളിലേക്ക് സന്ദേശം അയക്കുന്നത്. ഒരാൾ ഫോൺ വിളിക്കുകയോ വാട്സാപ്പ് നോക്കുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും അതെല്ലാം നിർത്തലാക്കി സ്ക്രീനിൽ മുന്നറിയിപ്പ് സന്ദേശം തെളിയുന്ന സംവിധാനമാണ്. ടിവിയിലൂടെയും മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഒരുങ്ങുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.